കാട്ടാക്കട പൂവച്ചലിൽ തെരുവുനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചു മുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 61-കാരി ഓമനയുടെ ഇടതുകൈ വിരലാണ് കടിച്ചെടുത്തത്. മറ്റു 3 പേർക്ക് കൂടി ഈ നായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഹരി, പ്രദേശത്ത് ഏറെ നാളായി തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. ഈ പറയുന്ന പെഴുമൂട് സ്വദേശിയായ ഓമന എന്ന 61-കാരിക്ക് നേരെയാണ് ആക്രമണം നടത്തുകയും അവരുടെ വിരലിന് നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശവാസികളായ ഇവരുടെ അയൽവാസികളായ മറ്റ് ചിലർക്കും ഷാമിന ബീബി എന്ന 51-കാരിക്കും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് മാഹിൻ കണ്ണ എന്ന 56-കാരനും തുടങ്ങി സമീപവാസിയായ മറ്റു ശ്രീകണ്ഠൻ എന്ന് പറയുന്ന 67-കാരൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ തിരുവായുടെ ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പട്ടി ആക്രമണം സൃഷ്ടിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ ഈ നായയെ കീഴ്പ്പെടുത്തി അടച്ചിടുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടുകൂടി നോക്കുമ്പോൾ നായ ചത്ത ഒരു അവസ്ഥയിലായിരുന്നു കണ്ടെത്തുന്നത്. അത് കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചു. എന്തായാലും അവർക്ക് പ്രാഥമിക ശുശ്രൂഷയും അടിയന്തരമായ ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ഓമന ഇപ്പോൾ വീട്ടിലേക്ക് വന്നൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഹരി, അല്ല, വീട്ടിലേക്ക് എത്തിയത് മനസ്സിലായി. പക്ഷെ ഓമനയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ബാക്കി മറ്റു 3 പേരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നും കൂടി ഉള്ളത് ഒരു ചോദ്യം. 2, ഈ പ്രദേശത്ത് ഇത്രയധികം പ്രശ്നമാണോ ഈ തെരുവുനായ്ക്കളെ സംബന്ധിച്ചിടത്തോളം? വലുതായി ഭയങ്കരമായി തെരുവുനായ്ക്കൾ ഉള്ള ഒരിടവും കൂടിയാണോ? അതുമായിട്ട് എന്തെങ്കിലും നടപടികൾ, അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഹരി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ ഈ പറയുന്ന തെരുവുനായ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. മാത്രമല്ല, വീരനാകാവ് പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 12 പേർക്ക് കടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയാണ് ഈ ഒരു പറയുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഈ പറയുന്ന 4 പേരെ ആക്രമിക്കുക മാത്രമല്ല ഒരാളുടെ വിരൽ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം. വളരെ ഗൗരവമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം ഈ കടിയേറ്റ മറ്റുള്ളവർക്ക് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. കാരണം ഈ നായ ചത്തുപോയ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ കൂടുതൽ ആശങ്ക ഉണർത്തുന്നു. അതിന് മറ്റ് വിഷബാധകൾ അത് സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതർ ഇടപെട്ട് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷയും അടിയന്തര വാക്സിനേഷൻ ഉൾപ്പെടെ നടപടികളിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഹരി, ശരി. ഇതിനു മുമ്പും ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ 12 പേരെ കടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. എന്തായാലും പരിക്കേറ്റ 61 വയസ്സുകാരിയായ ഓമന തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു 3 പേർക്കും കൂടി കടി കിട്ടിയെങ്കിൽ പോലും അത് സാരമായ പരിക്കല്ല എന്നതാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.